നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലുടനീളം സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശന വിപണന മേളകൾക്ക് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് മെയ് 17 മുതൽ 23 വരെ കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ അരങ്ങേറിയ മേള നാടിൻ്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക വൈവിധ്യവും സർക്കാർ സേവനങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിച്ച ഒരു വലിയ ഉത്സവമായിരുന്നു. ആയിരങ്ങൾ പങ്കാളിയായ ആ മനം നിറഞ്ഞ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരിതെളിഞ്ഞതോടെ കനകക്കുന്ന് അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അധ്യക്ഷത വഹിച്ചു. കനകക്കുന്നിലെത്തുന്നവർക്ക് മുന്നിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ വലിയ വിപണി, സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുന്ന വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾക്കൊപ്പം കലാകായിക മേളകളും നടക്കും. പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ഈ പ്രദർശനം പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനതയ്ക്കുള്ള സമ്മാനം കൂടിയാണ്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള സർക്കാർ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ഒരു പ്രദർശനം മാത്രമല്ല, അത് പുരോഗതിയുടെയും ജനങ്ങളുടെയും സാധ്യതകളുടെയും ഒരു ആഘോഷം കൂടിയാണ്. മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ A റഹീം MP, MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, ആന്റണി രാജു, മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ കളക്ടർ അനൂപ് കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പ്രദർശനം, ഭക്ഷ്യമേള, പുസ്തകമേള, സ്പോർട്സ് പ്രദർശനം, മിനി തിയേറ്റർ ഷോ, കാർഷിക പ്രദർശന വിപണന മേള, സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയവ മേളയുടെ പ്രധാന ആകർഷണങ്ങളാണ്. ഭിന്നശേഷിക്കാരായ സന്ദർശകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് പ്രത്യേക റാമ്പും സജ്ജമാക്കിയിട്ടുണ്ട്. മേളയിലെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണമൊരുക്കാൻ 8000 ചതുരശ്ര അടിയിൽ കുടുംബശ്രീ അടക്കമുള്ള ഫുഡ് കോർട്ടുകളുമുണ്ട്. സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുന്ന വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ, കലാകായിക മേളകൾ, വിപണനശാലകൾ എന്നിവ ഉൾപ്പെട്ട 250ഓളം സ്റ്റാളുകളാണ് കനകക്കുന്നിൽ സന്ദർശകർക്കായി ഒരുക്കിയിരുന്നത്. കേരളത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആകർഷകമായ പ്രദർശനം, രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, അറിവിന്റെ ലോകം തുറന്ന പുസ്തകമേള, കായിക ആവേശം നിറഞ്ഞ സ്പോർട്സ് പ്രദർശനം, മിനി തിയേറ്റർ ഷോ, മണ്ണിന്റെ മണമുള്ള കാർഷിക പ്രദർശന വിപണന മേള, കുട്ടികളുടെ സംരംഭകത്വത്തിന് പ്രോത്സാഹനം നൽകുന്ന സ്കൂൾ മാർക്കറ്റ് എന്നിവ മേളയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ഭിന്നശേഷിക്കാരായ സന്ദർശകർക്ക് മേള ആസ്വദിക്കാൻ പ്രത്യേക റാമ്പുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. വിശ്രമിക്കാനും ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കാനുമായി 8000 ചതുരശ്ര അടിയിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ ഫുഡ് കോർട്ടും സജ്ജീകരിച്ചിരുന്നു. ഇവിടെ ഒരേ സമയം 250 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. മേളയിലേക്ക് എത്തുന്നവരെ ആദ്യം സ്വാഗതം ചെയ്തിരുന്നത് പിണറായി സർക്കാരിന്റെ കാലത്ത് ആദ്യം കമ്മീഷനിൽ നടന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ മനോഹരമായ മാതൃകയായിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ നേർക്കാഴ്ചയായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഒരുക്കിയ പവലിയൻ മാറി. വിവിധ പദ്ധതികളെക്കുറിച്ചും നാടിന്റെ മുന്നേറ്റത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഇവിടെ സന്ദർശകർക്ക് ലഭ്യമായിരുന്നു. എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാൻ തിരുവനന്തപുരം കനകക്കുന്നിലേക്ക് എത്തുന്നവരെ ആദ്യം സ്വീകരിക്കുന്നത് കൂറ്റൻ മദർഷിപ്പാണ്.
പിണറായി സർക്കാർ കാലത്ത് ആദ്യ കമ്മീഷനിംഗ് നടന്ന രാജ്യത്തിന്റെ അഭിമാനം നങ്കൂരമിട്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രതീകം. ശേഷം മേളയിലെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പവലിയനിലേക്ക് ചെന്നാലും കാണാം ഇതേ മദർഷിപ്പിന്റെ മാതൃക. മാത്രമല്ല, മലയോര ഹൈവേ, വാട്ടർ മെട്രോ തുടങ്ങി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന അഭിമാന പദ്ധതികൾ പ്രദർശിപ്പിക്കുന്ന LED പോസ്റ്റർ ഡിസ്പ്ലേയും പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ സജ്ജീകരിച്ചിരിക്കുന്ന 360 ഡിഗ്രി ക്യാമറ PRD പവലിയനെ ജനപ്രിയമാക്കുന്നു. പ്രദർശനം കാണാനെത്തുന്നവർക്ക് എന്റെ കേരളം മാഗസിന്റെ മുഖചിത്രമാകാൻ അവസരമുണ്ട്. അതിനായി ടേക്ക് എ സ്നാപ്പ് പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. ലഹരിയെ തകർക്കാമെന്ന ആശയം പ്രചരിപ്പിക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ഗെയിം സോണും PRD പവലിയന്റെ പ്രത്യേകതകളാണ്. മേളയിൽ കാഴ്ചക്കാരിൽ ഏറെ കൗതുകമുണർത്തിയ ഒന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ പ്രദർശന സ്റ്റാൾ. വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരും അന്തേവാസികളും ചേർന്നാണ് ഈ മാതൃകാ ജയിൽ തയ്യാറാക്കിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ തനത് മാതൃകയിലാണ് പവലിയന്റെ പ്രവേശന കവാടം ഒരുക്കിയിരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഒരേ സമയം 2 പേരെ തൂക്കിലേറ്റാൻ കഴിയുന്ന ഇരട്ട കഴുമരത്തിന്റെ പുനരാവിഷ്കരണം മേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. വിവിധ തരം ആയുധങ്ങൾ, തടവുകാരും ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ആധുനിക കൂടിക്കാഴ്ച കേന്ദ്രത്തിന്റെ മാതൃക, വിവിധ തരം സെല്ലുകൾ, ബാരക്കുകൾ എന്നിവയും സ്റ്റാളിൽ സജ്ജീകരിച്ചിരുന്നു. യഥാർത്ഥ വധശിക്ഷയുടെ ഒരു നേർക്കാഴ്ച ഡമ്മി പ്രതിമയും ഒറിജിനൽ തൂക്കുകയറും ഉപയോഗിച്ച് പവലിയനിൽ പ്രദർശിപ്പിച്ചത് സന്ദർശകരിൽ ആകാംക്ഷയും ഒപ്പം ചിന്തയും ഉണർത്തി. സാധാരണ സെൽ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുട്ടുമുറി, AKG സ്മാരകമുറി എന്നിവയെല്ലാം പൊതുജനങ്ങൾക്ക് കണ്ടറിയാൻ അവസരമുണ്ടായിരുന്നു. ജയിലുമായി ബന്ധപ്പെട്ട പ്രിസൺ റൂൾ ആൻഡ് ആക്ട്സ് എന്നിവയും ലളിതമായി വിശദീകരിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ ഒരു ലഘു മാതൃകയും ഇവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ജയിലിനകത്ത് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ജയിലിന് ഒരു മെയിൻ ഗേറ്റിന് ഉള്ളിലേക്ക് ചെറിയ വിക്കറ്റ് ഗേറ്റ് വഴി അകത്ത് കയറുന്നു, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ തീം സ്റ്റാളിലേക്ക് പ്രവേശനം ഒരുക്കിയേക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരും അന്തേവാസികളുമാണ് മാതൃകാ ജയിൽ തയ്യാറാക്കിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ മാതൃകയിലാണ് പവലിയന്റെ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഇരട്ട കഴുമരവും പ്രദർശനമേളയിലെ പ്രധാന ആകർഷണമാണ്. നമ്മൾ ഈ സർക്കാർ വന്നതിന് ശേഷം രൂപീകരിച്ചുള്ള വീഡിയോ കോൺഫറൻസിംഗ് സ്റ്റുഡിയോ ആണ്. അതായത് തടവുകാർ നേരിട്ട് കോടതികളിൽ ഹാജരാകുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് വിർച്വലായിട്ട് ഒരു കോടതിയുമായിട്ട് നിയമകാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ കോൺഫറൻസ് സ്റ്റുഡിയോകൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാം, ഇവിടെ സെല്ലുകൾ, തടവുകാർ കഴിയുന്ന ബാരക്കുകൾ, അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ആയുധങ്ങൾ, തടവുകാരും ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്ന ആധുനിക കൂടിക്കാഴ്ച കേന്ദ്രം, സെല്ലുകൾ, ബാരക്കുകൾ എന്നിവയും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥ വധശിക്ഷയുടെ നേർക്കാഴ്ചയും പവലിയനിൽ പ്രദർശിപ്പിക്കും. ഉപയോഗിക്കുന്നത് യഥാർത്ഥ തൂക്കുകയറും ഡമ്മി പ്രതിമയുമാണ്. ഒരേ സമയം 2 പേരെ തൂക്കിലേറ്റാൻ കഴിയുന്ന ഇരട്ട കഴുമരമാണ് മേളയിലെ ശ്രദ്ധാകേന്ദ്രം. ജയിലിൽ 3 സെല്ലുകളാണുള്ളത്. സാധാരണ സെൽ, പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഇരുട്ടുമുറി, AKG സ്മാരകമുറി എന്നിവയെല്ലാം ജനങ്ങൾക്ക് കണ്ടറിയാം. പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രിസൺ റൂൾസ് ആൻഡ് ആക്ട്സ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർക്ക് ഇതെല്ലാം പുതിയ അനുഭവമാണ്. മൊത്തത്തിൽ നല്ല അഭിപ്രായം തന്നെയാണ്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും കാര്യങ്ങൾ അറിയാനും എല്ലാം നന്നായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളത് പോലെയല്ല നേരിട്ട് കണ്ടപ്പോൾ ജയിലിനുള്ളിൽ തന്നെ ഇത്രയും ബിൽഡിങ്ങുകളും മറ്റ് പ്രവർത്തനങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജയിലിൻ്റെ സ്റ്റാൾ മനോഹരമായിട്ടുണ്ട്. വിവിധതരം റൈഫിളുകളുണ്ട്. ജയിലിൻ്റെ ഫുള്ള് ലേഔട്ടുണ്ട്. അപ്പുറത്ത് സിനിമ നടക്കുന്നുണ്ട്. മനോഹരമായിട്ടുണ്ട്. ജയിലുകളെന്നും പേടിപ്പെടുത്തുന്നതാണെങ്കിലും ഇവിടെ എത്തുന്നവർക്ക് കാണുമ്പോൾ ഇതെല്ലാം കൗതുകമാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിന്റെ ഒരു ചെറു മാതൃകയും ഇവിടെ പ്രദർശനത്തിനുണ്ട്. ജയിൽ വകുപ്പിന്റെ സ്റ്റാളിലെ മറ്റൊരു പ്രധാന ആകർഷണം
അടൂർ ഗോപാലകൃഷ്ണന്റെ വിഖ്യാതമായ മതിലുകൾ എന്ന സിനിമയുടെ വ്യത്യസ്തമായ പുനരാവിഷ്കരണമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനശ്വര കഥാപാത്രങ്ങളായ ബഷീറും നാരായണിയും മതിലിന് ഇരുപുറവും ഇരുന്ന് പ്രണയം പങ്കുവയ്ക്കുന്ന രംഗം അവിടെ പുനരവതരിക്കപ്പെട്ടു. മതിലിനിപ്പുറത്ത് നിന്ന് നാരായണി ശബ്ദമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയെങ്കിൽ ഇവിടെ നാരായണി ആസ്വാദകരുടെ മുന്നിലേക്കെത്തി. ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. ജയിൽ ജീവനക്കാരിയായ രോഹിണിയാണ് നാരായണിയായി ഭാവപകർച്ച നടത്തിയത്. 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ദൃശ്യാനുഭവം പ്രേക്ഷകർക്ക് വേറിട്ട ഒന്നായി. രോഹിണിയെ കൂടാതെ മറ്റ് 2 ജയിൽ ജീവനക്കാരും നാരായണിക്ക് വിവിധ സമയങ്ങളിൽ വേഷപകർപ്പ് നൽകി. ജയിൽ ജീവനക്കാരായ സന്തോഷ് പാരിയാണ് ഈ രംഗം സംവിധാനം ചെയ്തത്. നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി, തരുമോ? മതിലുകൾക്കപ്പുറത്തെ പൗരുഷമുള്ള വാക്കുകൾ നാരായണിയിൽ ഭാവമാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രേക്ഷകർക്ക് പുതിയ അനുഭവം. ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. നാരായണി ജയിൽ ജീവനക്കാരിയായ രോഹിണിയിലൂടെ കഥാപാത്രമായപ്പോൾ 12 മിനിറ്റുകൾ പ്രേക്ഷകന് നൽകുന്നത് പുതിയ ദൃശ്യാനുഭവം. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന കരയും. രോഹിണിയെ കൂടാതെ 2 പേർ കൂടി നാരായണിക്ക് വേഷപ്പകർച്ച നൽകുന്നുണ്ട്. സ്കൂളുകളിൽ കുഞ്ഞു കുഞ്ഞു നാടകങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വേഷത്തിലേക്ക് ഞങ്ങൾ എത്താനും അതിൻ്റെ കഥാപാത്രത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിർദ്ദേശം തന്ന സന്തോഷ് പെരളി സാറാണ്. അതിൻ്റെ എൻ്റെ ഒരു എളിയ ശ്രമം ഇവിടെ ചെയ്തതാണ്. മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ വേറിട്ട അനുഭവമായിരുന്നു. നാരായണിയുടെ രംഗപ്രവേശനവും ആസ്വാദകന്റെ മനസ്സ് കീഴടക്കും. സന്തോഷ് പെരളിയാണ് നാരായണിയുടെ രംഗാവിഷ്കരണം നടത്തിയിരിക്കുന്നത്. അല്ലേലും ഈ ആണുങ്ങളായ ആണുങ്ങളെല്ലാം ഇങ്ങനെ പെണ്ണുങ്ങൾ ഏതെങ്കിലുമൊക്കെ തടങ്കല്ലിടും. എന്റെ ദൈവമേ, ഞാനിപ്പോ 2 തടങ്കലിലാണല്ലോ. കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഏറെ പ്രയോജനകരമായിരുന്നു കൃഷി വകുപ്പ് ഒരുക്കിയ സ്റ്റാൾ. എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ ഈ സ്റ്റാളിൽ നിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ഓൺലൈൻ സേവനങ്ങൾ നേടാനും പുതിയ കൃഷി രീതികളെക്കുറിച്ച് അറിയാനും ഗുണമേന്മയുള്ള വിത്തുകളും തൈകളും വാങ്ങാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഇവിടെ സജീവമായിരുന്നു. കൃഷി പോലെ തന്നെ മനോഹരമാണ് കാർഷിക വകുപ്പിന്റെ സ്റ്റോളും. നാട്ടിലെ ഒരു കൃഷിയിടത്തിലേക്ക് കയറിയ പ്രതീതി. എത്തപ്പടറ്റി, നാഗപ്പൂവൻ, കൃഷ്ണ, നമ്രാലി, സന്ന, പിസാങ്ലിലിൻ, അടുക്കൻ, പെരുമ്പടലി, അങ്ങനെ പോകുന്നു വ്യത്യസ്ത തരത്തിലുള്ള വാഴയിനങ്ങൾ. കോട്ടൂർക്കോണം, കണ്ണിമാങ്ങ, ഉണ്ണിമാങ്ങ, നമുക്ക് കേട്ടുകേൾവി ഇതൊക്കെയാണ്. എന്നാൽ ഇവിടെ കാഴ്ച വേറെയാണ്. ചന്ദ്രകാരൻ, ഹിമാം പസന്ത്, മഹാരാജ പസന്ത്, മുണ്ടപ്പോ തുടങ്ങി കൗതുകമുണർത്തും ഈ മാവിനങ്ങൾ. നമ്മുടെ ഇത് ജില്ലാ കൃഷിത്തോട്ടമാണ്. നമുക്കവിടെ ഏകദേശം 150 ഏക്കറുണ്ട്. അതിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് പ്ലാവിൻ്റെ വെറൈറ്റി ഉണ്ട്. മാവ്, പിന്നെ സപ്പോട്ട, എല്ലാ ഫലവൃക്ഷ തൈകളും അവിടെ നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടും. കൃഷിപ്രേമിയായ കാർഷിക മന്ത്രിയാണ് 2ാം പിണറായി സർക്കാരിലുമുള്ളത്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രവൃത്തികൾക്ക് മന്ത്രി പി പ്രസാദ് മുൻതൂക്കം നൽകിയിട്ടുണ്ട്. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട സ്റ്റോളുകൾ ഇനിയുമുണ്ട് പ്രദർശന വിപണന മേളയിൽ. പൊതുജനത്തിന് കൃഷി വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന വിവിധ സ്കീമുകളെക്കുറിച്ച് കർഷകർക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും എന്തൊക്കെ സ്കീംസുകളാണ് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നതെന്നും
പിന്നെ അതുമാത്രമല്ല എന്തൊക്കെ സേവനങ്ങൾ കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റോളിൽ വന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ടെക്നോളജി കാലത്തെ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടാം, സമഗ്ര പച്ചക്കറി യജ്ഞത്തിലേക്കുള്ള അറിവുകൾ നേടാം. അങ്ങനെ എല്ലാം കൊണ്ടും കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പ്രയോജനപ്രദമായ വിധമാണ് കാർഷിക വകുപ്പ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സ്റ്റോളുകൾ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളാൽ സമ്പന്നമായിരുന്നു എൻ്റെ കേരളം മേള. നമ്മുടെ പരമ്പരാഗത തൊഴിലുകളെ പരിചയപ്പെടുത്തുന്നതിനും ഈ മേള പിന്നോട്ടല്ലായിരുന്നു. കയർ വകുപ്പിന്റെ സ്റ്റാളിൽ പരമ്പരാഗത രീതിയിലുള്ള കയർ നിർമ്മാണവും മനോഹരമായ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിരുന്നു. ഈ തൊഴിൽ മേഖലയെ അടുത്തറിയാനും തത്സമയം കയർ പിരിക്കുന്നത് കാണാനും പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൗതുകകരമായ ഒരു അനുഭവമായി. പരമ്പരാഗത തൊഴിലുകളെ പരിചയപ്പെടുത്തുന്ന ഇടം കൂടിയായി മാറുകയാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള. ചകിരിനാരുകളെ കയറുകളാക്കി മാറ്റുന്ന വിരലുകളുടെ മാന്ത്രികത കാണാം, പഠിക്കാം. പണ്ട് കാലത്ത് ഈ ചകിരി ഞങ്ങൾ 6 മാസം ആറ്റിൽ വെച്ച് അഴുക്കി ആണ് അടിച്ചെടുത്ത് കയർ വിരിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് ഞങ്ങൾ പച്ചത്തൊണ്ട് തല്ലിയാണ് അതിൽ നാരെടുത്താണ് കയർ വിരിക്കുന്നത്. കൗതുകത്തോടെ നോക്കുന്നവരെ കൂടി ചേർത്ത് നിർത്തി കയറുകളുടെ ഇഴയെടുപ്പം പകർന്നു നൽകുകയാണിവർ. നൂലുകളെ വസ്ത്രങ്ങളാക്കുന്ന കൈത്തറിയുടെ പാരമ്പര്യവും കണ്ടടുത്തറിയാം. ഈ കാലഘട്ടത്തിൽ ഈ പുതിയ തലമുറയിലുള്ള ഒരു കുട്ടികളും പഠിക്കുന്നില്ല. പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ കഴിയുന്നതോടുകൂടി പിന്നെ മെഷീൻ്റെ സഹായത്തോടുകൂടി ഇപ്പോഴും വന്നു തുടങ്ങി അതിലോട്ട് പോവും. പുതിയ ആൾക്കാർ പഠിക്കാത്തത് കൊണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതങ്ങ് നിലനിന്ന് പോയേനെ. എങ്കിലും മെഷീനിൽ നെയ്യുന്നതിനേക്കാളും ഒറിജിനാലിറ്റി ഉള്ള വസ്ത്രങ്ങൾ വേണമെങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. മാറ്റത്തിന്റെ വക്കിലാണ് നമ്മുടെ പരമ്പരാഗത തൊഴിലിടങ്ങൾ. അപ്പോഴും തനിമ ചോരാതെ പുതുതലമുറയിലേക്കുൾപ്പെടെ തങ്ങളുടെ തൊഴിൽ പകർന്നു നൽകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ. അടുക്കളകളിൽ നിന്ന് കളിമൺ പാചക പാത്രങ്ങൾക്ക് ഒരു പരിധിവരെ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും കളിമണ്ണിൽ തീർത്ത കരകൗശല വസ്തുക്കൾക്കും അലങ്കാര വസ്തുക്കൾക്കും ഇന്നും പ്രിയമേറെയാണ്. എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് കാണാനും ആ പ്രക്രിയ നേരിട്ടറിയാനും നിരവധി പേരാണ് എത്തിയത്. കളിമണ്ണിൽ ചെറിയ കപ്പുകൾ, ഗ്ലാസുകൾ, ചെടിച്ചട്ടികൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധർക്ക് പ്രോത്സാഹനമായി സർക്കാർ ഒപ്പമുണ്ടെന്ന സന്ദേശം ഈ സ്റ്റാൾ നൽകി. പാത്ര നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് എത്തിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലുള്ളവർക്ക് ആശ്വാസമായി. പുതിയ പാചക പരീക്ഷണങ്ങൾ എത്തിയതോടെ മൺകലങ്ങളും മൺചട്ടികളും അടുക്കള വിട്ടൊഴിഞ്ഞു. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവർ വേറെ തൊഴിൽ തേടിപ്പോയി. മൺപാത്രങ്ങളുടെ നിർമ്മാണവും ഏകദേശം നിലച്ചു. എന്നാൽ ഇവർക്കെല്ലാം പുത്തൻ കരുത്തേകാൻ നടത്തുന്ന ശ്രമങ്ങൾ എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ കാണാം. ചെറിയ കപ്പുകൾ, ഗ്ലാസുകൾ, മൺചട്ടികൾ, ചെടിച്ചട്ടികൾ എന്നിവ നിർമ്മിക്കുന്നവർക്ക് പ്രോത്സാഹനവുമായി സർക്കാർ ഒപ്പമുണ്ട്. കളിമണ്ണ് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ടെങ്കിലും അത് പരിഹരിച്ചു വരികയാണ്. പ്രോഡക്റ്റായിട്ട് നമുക്ക് അത്യാവശ്യം ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എല്ലാ പ്രോഡക്റ്റും ചെയ്യാറുണ്ട്. ഇൻറ്റീരിയൽ പോട്ടായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ സ്കൾപ്ചർ ഐറ്റംസ്, എക്സ്റ്റീരിയൽ ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട്, പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യേണ്ട പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം എൻ്റെ പ്രദർശനം നഗരിയിൽ കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മേളയിലെ കായിക വകുപ്പിന്റെ സ്റ്റാൾ കുട്ടികളുടെയും കായിക പ്രേമികളുടെയും ഇഷ്ടയിടമായി മാറി. വ്യത്യസ്ത തരത്തിലുള്ള കായിക വിനോദങ്ങളും മത്സരങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലായിരുന്നു സ്റ്റാളിലെ ക്രമീകരണങ്ങൾ. ഫുട്ബോൾ ഷൂട്ടൌട്ട്, ബാസ്കറ്റ് ബോൾ, ആർച്ചറി തുടങ്ങിയ ഇനങ്ങൾ കുട്ടികളെ ഏറെ ആകർഷിച്ചു.
എന്തൊക്കെയാണെന്ന പേര് പോലും അറിയില്ല. പക്ഷേ പിള്ളേരിവിടെ ഹാപ്പിയാണ്. ഫുട്ബോൾ ഇഷ്ടമായോ? ഏതാ എങ്ങനെ ഉണ്ട് മൊത്തത്തിൽ? കായിക വകുപ്പിന്റെ സ്റ്റോൾ കുട്ടിപ്പട്ടാളം കൈയടക്കി കഴിഞ്ഞു. അവർക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകി GV രാജ സ്പോർട്സ് സ്കൂളിലെ കുട്ടികളും ഒപ്പമുണ്ട്. സ്റ്റോളിൽ പ്രധാനമായിട്ടും മെയിൻലി 4 ഫങ്ഷണൽ ഏരിയസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഹെൽത്ത് അവയർനെസ്. അപ്പോൾ അതിനകത്ത് ഈ ആർച്ചറി, ഡേർട്ട് ത്രോ, ഫുട്ബോൾ ഷൂട്ടിംഗ്, ഹോക്കി ഷൂട്ടിംഗ്, ഇലക്ട്രിക് പ്ലസ്, സ്കിപ്പിംഗ് റോപ്പ് ചലഞ്ച്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നോംസ് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാം. കുട്ടികൾക്ക് മാത്രമല്ല, ഏത് പ്രായക്കാർക്കും ഇവിടെ വരാം, ഇഷ്ടമുള്ളത് പരീക്ഷിക്കാം. ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും കേരള സർക്കാർ ഇത്രയൊരു എന്താ പറയുക, കുറേ ഫ്രണ്ട്ലി ആയിട്ടുണ്ടാക്കിയ ഒരു ഗെയിം പോലെ തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഉന്നം നോക്കി ഏറ് കൊടുക്കാൻ അറിയുന്നവർക്ക് സ്പെഷ്യൽ മധുര സമ്മാനവുമുണ്ട് ഇവിടെ. വനം വകുപ്പ് ഒരുക്കിയ കാടിന്റെ മാതൃക പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി. വനത്തിന്റെയും വന്യജീവികളുടെയും പ്രാധാന്യം വിളിച്ചോതുന്ന രീതിയിലായിരുന്നു ഈ സ്റ്റാളിന്റെ രൂപകൽപ്പന. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളെക്കുറിച്ചും വനസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളും വിവരങ്ങളും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. വനവിഭവങ്ങളുടെ പ്രദർശനവും ഏറെ ശ്രദ്ധേയമായി. കാട് ഇഷ്ടമുള്ളവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മനോഹരമായൊരു കുഞ്ഞു കാട് വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആർട്ട് ഡയറക്ടർ അജിത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ 8 പേരുൾപ്പെടുന്ന സംഘം ഈ കാട് ഒരുക്കിയത് 1 മാസം കൊണ്ടാണ്. അതിലൊരാളാണ് പ്രദീപ് കൃഷ്ണൻ. ഇത് നമ്മൾ GI പൈപ്പ് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇത് പുകയിലയാണ്, നമ്മൾ സാധാ നാടൻ പുകയിലുണ്ട്, അത് വെച്ചാണ് ഇത് സെറ്റ് ചെയ്തത്. കാട് കഴിഞ്ഞു വന്നാൽ വനം വകുപ്പിന്റെ മറ്റ് സ്റ്റോളുകളുമുണ്ട്. വന്യജീവി ആക്രമണങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിശദീകരിക്കുന്ന പോസ്റ്ററുകളും വനം വകുപ്പിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുന്ന ബാനറുകളും LED വാളും ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന 10 പ്രത്യേക പദ്ധതികളെക്കുറിച്ചും പൊതുജനത്തിന് ഇവിടെ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ 7 ദിവസങ്ങളിലായി കനകക്കുന്നിൽ അരങ്ങേറിയ എൻ്റെ കേരള മെഗാ പ്രദർശന വിപണന മേള സേവന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി സമാപിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ 20ഓളം സേവന സ്റ്റാളുകളിൽ നിന്നായി 4000-ലധികം പേർക്കാണ് നേരിട്ട് സേവനങ്ങൾ ലഭ്യമായത്. 104 പ്രദർശന സ്റ്റാളുകളിലും മേള സജ്ജീകരിച്ചു. സർക്കാർ വകുപ്പുകളുടെയും ചെറുകിട സംരംഭകരുടെയും ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാൾ മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയ വിപണന സ്റ്റാളുകളും മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. തിരുവനന്തപുരത്തിന്റെ തനത് രുചികളും മറ്റ് ജില്ലകളിലെ വ്യത്യസ്തമായ വിഭവങ്ങളും ഗോത്ര രുചികളും ആസ്വദിക്കാനാവുന്ന വിപുലമായ ഭക്ഷ്യമേള സന്ദർശകർക്ക് നാവിൽ തുമ്പിൽ കൊതിയൂറും ഓർമ്മകൾ സമ്മാനിച്ചു. അനന്തപുരിക്ക് ഉത്സവമേള സമ്മാനിച്ച് പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന കലാപരിപാടികളും മേളയുടെ മാറ്റുകൂട്ടി. മെയ് 23-ന് പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങുകളോടെ സംസ്ഥാനതല സമാപന സമ്മേളനം നടന്നു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് വ്യക്തമാക്കുന്ന സുവർണ രേഖ. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തുടക്കമിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ തുടർച്ചയായ 9ാമത്തെ പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു.
ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം, അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം. ഇത് ഇവിടെ നിൽക്കുകയല്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനം നാം ഒന്നുകൂടി കടത്തിപ്പറയുന്നു. അതാണ് നവകേരളം. എൻ്റെ കേരളം പ്രദർശന വിപണനമേള തിരുവനന്തപുരത്തിന് അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവകാലം തന്നെയായിരുന്നു. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും ഈ മേള വലിയൊരളവ് വരെ സഹായകമായി. പങ്കെടുത്തവർക്കും സംഘാടകർക്കും ഇതൊരു പുതിയ അനുഭവവും ഓർമ്മകളുമായി.